ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഞാൻ സ്വപ്ന രാകേഷ്. ഇന്നത്തെ റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ടൊരു തോരനാണ് കേട്ടോ. ക്യാബേജും ചെമ്മീനും ചേർത്തിട്ട് ഒരു കിടിലൻ തോരൻ്റെ റെസിപ്പിയാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാനും പറ്റും കേട്ടോ. ആദ്യം തന്നെ ഞാൻ ഗ്യാസ് ഫ്ലെയിമിലോട്ട് ഒരു പാൻ വെച്ച് കൊടുത്തു. എന്നിട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു. കടുകൊക്കെ പൊട്ടി വന്നതിന് ശേഷം ഒരു 3 വറ്റൽമുളകും ഒരു സവോളയും കൂടെ അരിഞ്ഞ് ചേർത്തു. അതിനുശേഷം ക്യാബേജും ഉപ്പും ചേർത്ത് അത് വേവിക്കാൻ വെച്ചു. ആ സമയം കൊണ്ട് നമുക്ക് അരപ്പ് റെഡിയാക്കാം കേട്ടോ. ഒരു 2 പിടി തേങ്ങ, ഒരു 3-4 അല്ലി വെളുത്തുള്ളി, ഒരു 1/4 ടീസ്പൂൺ ജീരകം, ഒരു 3 പച്ചമുളക് പഴുത്തു പോയതാണ് കേട്ടോ. അത് ക്യാബേജിന് തോരനൊരു പ്രത്യേക രുചി കൊടുക്കും. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഞാനിവിടെ കൂട്ടൊക്കെ ചതച്ചെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കൊഞ്ചൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് 1 കപ്പ് കൊഞ്ചും കൂടെ ഞാൻ മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വെന്ത് വന്ന ക്യാബേജിലോട്ട് നമുക്ക് ഓൾമോസ്റ്റ് ഒരു 1/4 ഭാഗം ക്യാബേജ് വെന്ത് വന്നിട്ടുണ്ട്. അതിലോട്ട് നമുക്കിത് ചേർത്ത് കൊടുക്കാം. കൊഞ്ചും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അടച്ച് തത്തിപ്പൊത്തി വെച്ചിട്ട് നമുക്ക് കൊഞ്ചൊരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം കേട്ടോ. കൊഞ്ചും കൂടെ ചേർത്ത് നമുക്ക് വേവിച്ചതിന് ശേഷം നമുക്കിതിലോട്ട് നേരത്തെ തന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന കൂട്ടുണ്ടല്ലോ, അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ തേങ്ങ ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, തേങ്ങയും ജീരകവും ഒക്കെ. ആ തോരത്തിൻ്റെ കൂട്ടും കൂടെ നമുക്കിതിലോട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഒരു കിടിലൻ തോരനാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റിയാണ്. ക്യാബേജ് ഒന്നും കഴിക്കാത്ത കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഈ ചെമ്മീൻ്റെ ടേസ്റ്റും കൂടെ വരുമ്പോൾ ഒത്തിരി ഇഷ്ടപ്പെടും കേട്ടോ. നമ്മൾ ഇതിനകത്ത് ഡ്രൈ ചെമ്മീൻ ചേർത്ത് ഒരുപാട് വെച്ച് കണ്ടിട്ടുണ്ട്, ഒരുപാട് പേര് വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ വീട്ടിൽ പൊതുവേ ചെമ്മീൻ കിട്ടുമ്പോൾ ക്യാബേജ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് തോരൻ വെക്കാറുണ്ട്. ഇപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് കുറവായിട്ട് തോന്നി. അപ്പോൾ നല്ല രുചികരമായിട്ടൊരു തോരനാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്നും പറയാൻ മറക്കണ്ട കേട്ടോ. പുതിയ റെസിപ്പി ആയിട്ട് തിരിച്ചു വരുന്നതായിരിക്കും. താങ്ക് യു. ബൈ.